ആര് വിറ്റു? മിൽമ വിറ്റോ? അല്ല, പിന്നെന്താ? അത് ചെയ്തവരുടെ അടുത്ത് അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ നമ്മൾ പോലീസും വിജിലൻസ് അന്വേഷണം നടത്തി നടപടികൾ എടുക്കട്ടെ. ഞങ്ങൾക്ക് 1000 രൂപയുണ്ടെന്നിരിക്കട്ടെ, 1000 രൂപയുള്ളതിന് 500 രൂപയ്ക്ക് ഇതുപോലെ ഒരു 1,65,000 ലിറ്റർ ഓർഡർ തരുന്നു എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തികൾക്കാർക്കെങ്കിലും കൊടുത്ത് അമിതമായിട്ട് എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയെന്ന് പറയാനുണ്ടോ? ദേവസ്വം ബോർഡിന് ദൈവത്തിൻ്റെ ആവശ്യത്തിന് നെയ്യ് കൊടുക്കുന്നതിന് വില കുറച്ച് ആ ഓർഡർ ഇത്രയും ലാർജ് ക്വാണ്ടിറ്റി ഓർഡർ കിട്ടുന്നതിന് വേണ്ടി കൊടുത്താൽ വില കുറച്ച് കൊടുത്താൽ അതെന്ത് ആരോപണം? അങ്ങനെ ആരോപണം വന്നാൽ അത് നിശ്ചയമായിട്ട് ആരോപണം സ്വീകരിക്കാനും അത് നമ്മൾ ഇനിയും അതുപോലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകാനും ഭരണസമിതി തയ്യാറാണ്. അത് തയ്യാറായാൽ മതിയാവുള്ളൂ. ഇതൊരു ബിസിനസ് സ്ഥാപനമല്ലേ. മാത്രമല്ല, ഞാൻ അടിവരയിട്ട് പറയുന്നത്, നമ്മളുടെ പാലിൻ്റെയും ഉൽപ്പന്നങ്ങളുടെയും വില നിശ്ചയിക്കാൻ ഹൈക്കോടതി തന്നെ 10-15 വർഷങ്ങൾക്ക് മുമ്പ് മിൽമയ്ക്കാണ് പൂർണ്ണ അധികാരം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആർക്കാ ചോദിക്കാനുള്ള അധികാരം? ഇനി നഷ്ടപ്പെട്ട വാദത്തിന് കൊടുത്തു എന്നിരിക്കട്ടെ, അത് വേണ്ടാന്ന് പറയാൻ ആർക്കാ അധികാരം? നമ്മളൊരു വാല്യൂവിനല്ലേ. പക്ഷേ നിങ്ങൾ പറഞ്ഞ വാദത്തിന് പ്രസക്തിയുണ്ട്. ഏതെങ്കിലും ഒരു ഡീലർക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സ്വാർത്ഥ ലാഭത്തിനോ അല്ലെങ്കിൽ ഈ കൊടുക്കുന്നവരുടെ എന്തെങ്കിലും പ്രത്യേക ലാഭത്തിനോ വേണ്ടി വില കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ട് അതൊരു തെറ്റായ രീതിയാണെന്ന് പറയാം. ഇത് ദേവസ്വം ബോർഡിനല്ലേ കൊടുക്കുന്നത്. അയ്യപ്പന് വേണ്ടി നിവേദ്യം നടത്തുന്നതിന് വേണ്ടി വളരെ മോശമായ തരത്തിൽ നെയ്യ് കൊണ്ട് അരമണിയൊക്കെ ഉണ്ടാക്കി എന്ന് പഴയ ആരോപണം വരികയും അവർ തന്നെ ടെസ്റ്റ് ചെയ്ത് 100 കിലോ നെയ്യ് അവിടെ ഉപയോഗിക്കുന്നതിന് മിൽമടയാണെങ്കിൽ 70 കിലോ നെയ്യ് ഉപയോഗിച്ചാൽ അതിനേക്കാളും ക്വാളിറ്റി ഉണ്ടെന്ന് അവരുടെ ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മിൽമയുടെ മേടിച്ചാൽ 510 രൂപയ്ക്ക് ലിറ്ററിന് കൊടുക്കുമ്പോൾ അവർ നേരത്തെ മേടിച്ചതും ഈ 70% വെച്ച് നമ്മളെ കണക്കാക്കിയാൽ അവർക്ക് ലാഭകരമായി തോന്നിയിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നതിന് അതിനിപ്പോൾ ആര് ചോദിച്ചാലും എനിക്ക് തോന്നുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെ ഉത്തരവിൽ ചോദിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അത് ചോദിച്ചാൽ അതിനൊക്കെ മറുപടി പറയും. അവിടെയും എന്താ പ്രശ്നം? അതാണല്ലോ ഞാൻ കോടതിയിൽ പറഞ്ഞത്. അവർ ഇങ്ങനൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണ്ടേ? ഒരു അന്വേഷണം നടത്തിയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഇല്ല ഇതിനകത്ത്. ഞങ്ങളോട് ചോദിക്കണ്ടേ? അത് ചോദിക്കാതെ ഏകപക്ഷീയമായിട്ടൊരു തീരുമാനമൊക്കെ കൊടുത്താൽ അത് തലകുലുക്കി സമ്മതിക്കണം എന്നാണോ പറയുന്നത്? അതൊന്നും കഴിയില്ല. ആരാ? അങ്ങനെ ആയിരിക്കുന്നു പറഞ്ഞാൽ ശരിയാവുമോ? ഞങ്ങൾ പ്രതിക്കൂട്ടിലാണെങ്കിൽ നമ്മളാ പറയുന്നത്, പ്രതിക്കൂട്ടിലാണെങ്കിൽ ഒരു തർക്കവും വേണ്ട. കോടതിയിൽ കേസുണ്ട്, കോടതിയിലെ വിധിക്കനുസരിച്ച് മിൽമയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാൽ കോടതിയുടെ വിധി വളരെ തലകുനിച്ചുകൊണ്ട് നമ്മൾ അംഗീകരിക്കും. അതല്ലാതെ ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ അത് അന്തിമമല്ലല്ലോ. അപ്പം അതുകൊണ്ട് പ്രതിക്കൂട്ടിലെന്നൊക്കെ പറയുന്നത് ശരിയാണ്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങളോട് വൈരാഗ്യം കാണിക്കാൻ ഈ ക്ഷീരകർഷകരായ പാവപ്പെട്ട ഞങ്ങളായി ആർക്കെന്ത് ഉപദ്രവം ചെയ്തിട്ടാണ് ഞങ്ങളോട് വൈരാഗ്യം കാണിക്കുന്നത്? നിങ്ങൾക്കാർക്കെങ്കിലും നമ്മളോട് വൈരാഗ്യമുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ? അതുപോലെ അവർക്കും വൈരാഗ്യമൊന്നുമില്ല. ചില ഇൻപുട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ വേണ്ടത്ര വിശദീകരണം കിട്ടാത്തത് കൊണ്ടോ അവർ ചില നിഗമനത്തിലെത്തി എന്നല്ലാതെ ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തു എന്ന് ഞാനിപ്പോൾ പറഞ്ഞവർക്ക് നമ്മളോട് മിൽമയോട് എന്ത് വൈരാഗ്യമുള്ളത്? നമ്മളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് നമ്മളെ മുന്നോട്ട് പോകുന്നതല്ലേ നിങ്ങളെല്ലാം. പക്ഷേ ചില അവസരങ്ങളിൽ ചില ഭാഗത്തു നിന്ന് കിട്ടുന്ന വാർത്ത അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് തോന്നിയത് കൊണ്ട് വാർത്ത കൊടുത്തെന്ന് മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ അവരും രാജമാണിക്യമായാലും അല്ലെങ്കിൽ ശാലിനി ഗോപിനാഥ് ആയാലും അവരുടെ മുമ്പിൽ വരുന്ന, അവരല്ലല്ലോ നേരിട്ട് പോയി പരിശോധിക്കുന്നത്, അവരുടെ മുമ്പിൽ വരുന്ന റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു നിഗമനത്തിലെത്താണ്. എത്ര കാര്യങ്ങൾ അങ്ങനെ എടുത്താൽ നമ്മളെടുത്ത നിഗമനങ്ങളൊക്കെ തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അല്ല, അതിനാണിപ്പോൾ ഞാൻ പറയുന്നത്. അല്ല, ചീത്തപ്പേരൊന്നുമില്ല. ഓർഡറൊക്കെ എത്ര ഓർഡർ നമ്മൾ കൊടുക്കും, ചില ഓർഡർ കിട്ടും, കിട്ടാതിരിക്കും. അതിനൊന്നും നമ്മൾ വേവലാതിയില്ല. 5000 കോടി വിറ്റുവരെ ഉള്ളതിന് ഇപ്പോൾ 1,65,000 ലിറ്ററിൻ്റെ ശബരിമലയിലെ ഓർഡർ കിട്ടാത്തതുകൊണ്ട് ഈ ക്ഷീരമേഖല അങ്ങ് മെൽമ നശിച്ചു പോകുമെന്നുള്ളൊരു ചിന്തയൊന്നും നമുക്കാർക്കും ഇല്ല. പക്ഷേ 1 രൂപയുടെ ഓർഡറാണെങ്കിലും മാർക്കറ്റിങ്ങിൽ നിൽക്കുന്നതിൻ്റെ 1 രൂപയുടെ അധികം ഓർഡർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നത് സന്തോഷം തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം ഡാമേജിങ് ആയിട്ടുള്ള വാർത്തകൾ വന്നതുകൊണ്ട് ശരിയല്ല, അത് വസ്തുതാവിരുദ്ധമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും അതിനനുസരിച്ചിട്ട് നമ്മളെ വാർത്ത കൊടുത്ത് സഹായിക്കുക. അങ്ങനെയാണല്ലോ ഉണ്ടായത്. നമ്മൾ പ്രതിക്കൂട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, ആലോചിക്കാം. അത് വരട്ടെ. അല്ല, ഞാനിപ്പോൾ പ്ലീസ് എന്ത് പറയുന്നു? കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള. മിൽമയുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ക്ഷീരകർഷകരുടെ അവർക്ക് നല്ല വില കിട്ടുക എന്നുള്ളതാണ്. പ്ലസ് കൺസ്യൂമേഴ്സിന് നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക. മിൽമക്ക്
സോറി, മിൽമക്ക് ആകെ ഒരു ക്വാളിറ്റി നെയ്യ് മാത്രമേ ഉള്ളൂ. ഒരു ക്വാളിറ്റി. ഇത് വേണം. ആ ഈ മൈക്കിൽ ഇല്ല, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കേൾക്കാം. മിൽമക്ക് ഒറ്റ ക്വാളിറ്റി നെയ്യ് മാത്രമാണ് ഉള്ളത് മാർക്കറ്റിലുള്ളത്. നമ്മൾ കൺസ്യൂമർ മാർക്കറ്റിൽ ഇപ്പോൾ ദേവസ്വത്തിന് കൊടുക്കുകയാണെങ്കിൽ ആ സെയിം ക്വാളിറ്റി നെയ്യ് തന്നെയാണ് കൊടുക്കുന്നത്. ഈ കൺസേൺഡ് കേസിൽ, ശബരിമലയുടെ കേസിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും വലിയ ദേവസ്വത്തിന് തിരുവിതാംകൂർ ദേവസ്വത്തിന് ഓർഡർ കിട്ടിയത്. നമ്മൾ പത്തനംതിട്ട ഡയറിയിൽ അത് മാനുഫാക്ചർ ചെയ്തു. അപ്പോൾ ഈ ഫെഡറേഷനാണ് അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരം ഏത് ഡയറി ആണെങ്കിലും ആ പാരാമീറ്റേഴ്സ് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് എത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റാൻഡം ഇൻസ്പെക്ഷൻ ചെയ്യും, നമ്മൾ പറഞ്ഞ ക്വാളിറ്റിയിലാണോ എന്ന്. പിന്നെ അവിടെ ലാബുകളുണ്ട്, പിന്നെ FSSAIയുടെ ലാബുകളുണ്ട്, നമ്മൾ റാൻഡമായിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ കൺസ്യൂമറിൽ എത്തുന്ന നെയ്യ് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് ഇൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഈ പർട്ടിക്കുലർ കേസിൽ നമ്മുടെ ഡയറിയിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന നെയ്യ് നമ്മുടെ SOP പ്രകാരം ക്വാളിറ്റി ഉള്ളതാണോ എന്നാണ് ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. നമ്മൾ ചെക്ക് ചെയ്തു, ഇൻ്റർണലായിട്ട് ചെക്ക് ചെയ്തു, അത് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് പോയിരിക്കുന്നത്. ഈവൻ ഡോക്കിൽ നിന്നും പുറത്തോട്ട് പോയിരിക്കുന്ന അതാണ്. ഇപ്പോൾ പത്രത്തിലൊക്കെ വന്ന വാർത്ത അനുസരിച്ച് അതിന് ശേഷം സന്നിധാനത്ത് എത്തിയപ്പോൾ എന്തെങ്കിലും മാറ്റം ഈ ബോട്ടിൽ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഒരു ക്രിമിനൽ ഒഫൻസാണ്. അതിന് പോലീസിന് മാത്രമേ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മിൽമക്ക് അത് കണ്ടുപിടിച്ച് അന്വേഷിക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. സോ ഇതിനകത്ത് ഇങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ മിൽമയുടെ ആ ലേബല് വേറെ സ്ഥലത്ത് നിന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവണം. കാരണം നമ്മുടെ 15 kg ടിന്ന് സീൽ ചെയ്തിരിക്കുകയാണ്, ലെഡ് വെച്ച് സീൽ ചെയ്തിരിക്കുകയാണ്. അത് പൊട്ടിച്ച് ഒഴിക്കാനൊന്നും സാധ്യല്ല. പൊട്ടിച്ച് ഒഴിച്ചാൽ എല്ലായിടത്തും അതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു രീതിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ ടിന്ന് വേറെ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവന്നു. അതൊരു വലിയൊരു ഒഫൻസാണ്, ക്രിമിനൽ ഒഫൻസാണ്. നമ്മുടെ മിൽമയുടെ ബ്രാൻഡ് വേറെ സ്ഥലത്ത് നിന്ന് പാക്കേജിങ് മെറ്റീരിയൽസ് വെച്ച് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് നോക്കാൻ മിൽമ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ചേഞ്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്, ഞാൻ പറഞ്ഞു വന്നത്, പോലീസിന് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് വരുന്നു അതനുസരിച്ച് വേണം നമുക്കൊന്നും ആക്ടിവിറ്റീസ് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ MD എന്നുള്ള നിലയിൽ എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. ഏറ്റവും നമ്മുടെ SOP അനുസരിച്ചുള്ള ടോപ്പ് ക്വാളിറ്റിയും നെയ്യ് മാത്രമാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഡോക്ക് വിട്ട് നമുക്ക് പോയിരിക്കുന്നത്.